വെൽക്കം ടു മെട്രോ മാറ്റിനി. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത്. ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികം കാലം താമസിക്കേണ്ടി വന്നില്ല. സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചെന്ന ദിലീപ് ചിത്രങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളുടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. ഇക്കഴിഞ്ഞ ഓണത്തിന് ദിലീപ് പങ്കുവച്ചിരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. ഭാര്യ കാവ്യയ്ക്കും 2 മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു വൈറലായത്. ഇപ്പോഴിതാ പത്മസരോവരം എന്ന കുടുംബ വീട്ടിൽ ഓണം ആഘോഷിച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. കുടുംബം ഒന്നടങ്കം ഓണം ആഘോഷിച്ചിട്ട് ദിലീപിന്റെ ബന്ധുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ എവിടെയും കാവ്യയും മീനാക്ഷിയും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ദിലീപ് സഹോദരൻ അനൂപ് പത്മനാഭൻ, സഹോദരി സബിത, അനൂപിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ, അവരുടെ മക്കൾ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചത്. സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദിലീപിന്റെ ചിത്രങ്ങൾ ഫാൻ പേജുകളടക്കം വൈറലാണ്. എന്നാൽ അവിടെ കാവ്യയും മീനാക്ഷിയും മഹാലക്ഷ്മിയും ഒന്നുമില്ലാത്തതും ആരാധകർ ശ്രദ്ധിച്ചു. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. കാവ്യയും മീനാക്ഷിയും മഹാലക്ഷ്മിയും എവിടെ? ചെന്നൈയിലാണോ? പത്മസരോവരത്തിലേക്ക് വന്നില്ലേ? എന്താണ് അവരുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാത്തത്? അങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ. എന്നാൽ ഇത്തവണ കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതിവിപുലമായ ഒരു ഫോട്ടോഷൂട്ട് തന്നെയാണ് ദിലീപും കാവ്യയും നടത്തിയത്. അതിഗംഭീരമായി തന്നെ ഒരുങ്ങിയെത്തിയാണ് ഓണത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും ഇരുവരും പുറത്തുവിട്ടത്. ലക്ഷയുടെ മോഡലായി മീനാക്ഷി, മഹാലക്ഷ്മിയുമാണ് എത്തിയത്. മാത്രമല്ല ഒരു വമ്പൻ ടീം തന്നെ ഷൂട്ടിനായി എത്തി. അനൂപ് ഉപാസനയാണ് ചിത്രങ്ങൾ പകർത്തിയത്. മീനാക്ഷി പങ്കുവച്ച ഒരു സ്റ്റാറ്റസിൽ കണ്ട അമലിനെ തേടി പോയപ്പോഴാണ് ആരാണ് ഈ വ്യക്തിയെന്ന് ആരാധകർ കണ്ടെത്തുന്നത്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അമൽ. എപ്പോഴും പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിയാണ് കാവ്യയും മീനാക്ഷിയും ഒരുക്കുന്നത്. ഒട്ടുമിക്ക ഫോട്ടോഷൂട്ടുകളും ഒരുക്കിയത് ഉണ്ണിയായിരുന്നു. പിന്നാലെയാണ് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും മേക്കപ്പ് ഇടാൻ വേണ്ടി അമൽ എത്തുന്നത്. ഇവർക്ക് മാത്രമല്ല, കാവ്യയും ദിലീപിനെയും ഒരുക്കിയതും അമലാണ്. മീനാക്ഷി സിനിമയിലേക്ക് ചുവട് വെക്കുകയാണോ? പഠനം പൂർത്തിയായ സ്ഥിതിക്ക് സിനിമയിലേക്ക് എത്തുമോ എന്നെല്ലാം ആരാധകർ ചോദിച്ചിരുന്നു. അതേസമയം പവി കെയർ ടേക്കർ എന്ന സിനിമയാണ് ദിലീപിന്റേതായി തിയേറ്ററിലെത്തിയ ഏറ്റവും ഒടുവിലത്തെ ചിത്രം. വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളെ തുടർച്ചയായാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കറും. കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും ഒക്കെ ദിലീപ് ഗംഭീര പ്രകടനം നടത്തുകയാണ് ഈ ചിത്രത്തിൽ എന്നായിരുന്നു പ്രേക്ഷക പ്രതികരണം. ദിലീപിനൊപ്പം എത്തുന്ന 5 പുതുമുഖ നായികമാരാണ് പവി കെയർ ടേക്കറിന്റെ മറ്റൊരു പ്രത്യേകതയും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.